ഇന്നെനിക്ക് പറയാനുള്ളത് ലിറ്ററലി ഞാൻ കരഞ്ഞു പോയൊരു പുസ്തകത്തിനെ കുറിച്ചാണ്. ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞ് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പുസ്തകം എന്ന് പറയുന്നത് മാജിക് മൗണ്ടൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതാണ് മാജിക് മൗണ്ടൻ. ഇതിലെ കഥ ഞാൻ പറഞ്ഞുതരാം. പുസ്തകത്തിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്. മാജിക് മൗണ്ടൻ എന്ന് പറയുന്ന ഒരു ക്ലാസിക്കാണ്, വേൾഡ് ക്ലാസിക്കാണ്. എനിക്കൊന്ന് 1925 എഴുതിയ പുസ്തകമാണ്. തോമസ് മൻ എന്ന് പറയുന്ന റൈറ്റർ ജർമ്മനിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കാലങ്ങളായിട്ടിത് വായിക്കണം എന്നുള്ള മോഹമാണ്, എങ്ങനെയെങ്കിലും ഇത് വായിക്കണം. അപ്പോൾ ഇത് 1000-ഓളം പേജുണ്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ വായിക്കാൻ എനിക്ക് ധൈര്യമില്ല, 1000 പേജൊക്കെ ഇരുന്ന് വായിക്കണ്ടേ. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞ് അവസാനം കറൻറ്റ് ബുക്സ് ഇതിൻ്റെ മലയാളം വിവർത്തനം ഇറക്കി. ആരാണ് വിവർത്തനം ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ശത്രുക്കളോട് പോലും ഇത് ചെയ്യരുത്. എന്താണ് സാർ എഴുതി വച്ചിരിക്കുന്നത്, ഇത് മലയാളം തന്നെയാണോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ജർമ്മനിലൊരു വാക്ക് പോലും അറിയില്ല. പക്ഷേ ഈ പുസ്തകം ജർമ്മനിൽ വായിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിലും കൂടുതൽ മനസ്സിലാവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിവർത്തനം എന്ന് പറയുന്ന ഒരു കലയാണ്, അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയ കൂടിയാണ്. ഇപ്പോൾ കന്നഡയിൽ നമ്മൾ മലയാളത്തിലേക്ക് സുധാകരൻ രാമന്തളി സാർ വിവർത്തനം ചെയ്യാറുണ്ട്. കന്നഡയേക്കാൾ ഭംഗിയായിട്ടാണ് വിവർത്തനം ചെയ്യുന്നത്. അതുപോലെ ബാനു മുഷ്താഖിൻ്റെ പുസ്തകത്തിന് വിവർത്തനത്തിന് ഈ പറയുന്ന പോലെ ബുക്കർ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ നാടാണിത്. ഞാനിത് വെറുതെ പറയുന്നല്ല, ഒരു സങ്കടം കൊണ്ട് പറയുന്നതാണ്. ഇതിലൊരു സെൻറ്റൻസ് ഞാൻ വായിച്ചു തരാം, ഒരു സാമ്പിളിന് വേണ്ടി ഞാൻ വായിച്ചു തരാം. വസ്തുനിഷ്ഠമായതിലെ ഉപബോധ സങ്കീർണതകളുടെ ജീവശാസ്ത്ര ഊർജതന്ത്രപരമായ ആസൂത്രണങ്ങളെക്കുറിച്ച് അദ്ദേഹം അവരോട് സംസാരിച്ചു. മനസ്സിലായില്ലേ? മധ്യസ്ഥിത ഘടനയും നിദ്രാടന അവസ്ഥയും സ്രോതസ്സായി കണക്കാക്കപ്പെടേണ്ട നിർവഹണങ്ങളെക്കുറിച്ചും പറഞ്ഞു. നമ്മുടെ ശങ്കരാടി മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ അന്തർധാര കുറച്ച് സജീവമായിരുന്നു തോന്നുന്നു. ദയവ് ചെയ്ത് ഇമാതിരി പരിപാടികൾ ചെയ്യരുത്. ലോക ക്ലാസിക്കുകളെയൊക്കെ ഒന്ന് ഈ പറയുന്ന പോലെ അതിനൊക്കെ ഒന്ന് വില കൊടുക്കാൻ പഠിക്കുക. ഇനി കറണ്ട് ബുക്സ് ആണെങ്കിലും വേറെ ആരാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ ഇത് വായിക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവണം. നിങ്ങൾ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച്, ഈ പുസ്തകം 1022 പേജുണ്ട്. ഇത് ഫുള്ള് ഞാൻ വായിച്ചു. ഈ പുസ്തകത്തിന് 1000-ഓളം രൂപയുണ്ട്. അതിലൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല, കാരണം ആ പുസ്തകത്തോടുള്ള അടങ്ങാത്ത ആർത്തി കാരണമാണ് ഞാനിത് വായിച്ചത്. ഒരക്ഷരം പോലും മനസ്സിലാവാനായിട്ട് 1000 പേജ് ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും വല്ല അവാർഡൊക്കെ തരേണ്ടതാണ്. ഈ പറയുന്ന പോലെ വിവർത്തകൻ ആരാന്ന് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, വിവർത്തനങ്ങൾ നമ്മൾ മലയാളത്തിൽ ഒരു വിവർത്തനങ്ങൾ എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ് വിവർത്തനം ചെയ്യുക പുസ്തകം എന്നുള്ളത്. ആ പുസ്തകത്തിനോട് നീതി പുലർത്തുക എന്നുള്ളതും അതുപോലെ ഇപ്പുറത്തെ ഈ റീഡറോട് നീതി പുലർത്തുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇനിയെങ്കിലും ആരെങ്കിലും ഈ വിവർത്തന രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 100 തവണ ആലോചിച്ച്, അതുപോലെ ഒറിജിനൽ മൂലകൃതിയെ മാനിച്ച്, അതുപോലെ ഇത് വായനക്കാരനെ മാനിച്ച് വേണം ചെയ്യാമെന്ന് മാത്രം പറയുന്നു. ചിലപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കാം വായിച്ചിട്ട് മനസ്സിലാവാത്തത്, ഞാൻ ആ ഒരു നിലയ്ക്ക് എത്താത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളിത് വായിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ.